ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു നിമിഷപ്രിയയെ മോചിപ്പിക്കുക എന്നുള്ളത്. അദ്ദേഹം മരണക്കിടക്കയിൽ കിടക്കുമ്പോഴും അത് തന്നെയാണ് ആവശ്യപ്പെട്ടത്. ഇപ്പോൾ ഗവർണറെയൊക്കെ പോയി ഉമ്മൻചാണ്ടിയുടെ കുടുംബമൊക്കെ കണ്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിമിഷപ്രിയയുടെ അമ്മ അവിടെ ഹൂത്തികളെയൊക്കെ കാണുന്നതിന് വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട്. എന്നിരുന്നാലും അത് ഏത് തരത്തിലായിരിക്കും, അത് ശിക്ഷയിൽ നിന്ന് ഒഴിവാകാനുള്ള സാധ്യതകളുണ്ടോ? ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിട്ടുണ്ട്. നാളെ അതിൻ്റെ തീരുമാനം പറയും, സർക്കാർ ഇടപെടണം എന്ന് പറയുന്ന രീതിയുണ്ട്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും അവിടുത്തെ ഒരു നിയമം അതങ്ങനെയാണ്. ഇപ്പോൾ അവിടെ ഇറാനിലെ ഒരു കാര്യം പറയുകയായിരുന്നു, ഒരാളെന്നോട് പറയുകയായിരുന്നു, ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യാൻ ഒരാൾ ശ്രമിക്കുന്നു, ആ പെൺകുട്ടി അവനെ കൊല്ലുന്നു, പക്ഷേ ആ പെൺകുട്ടിയെ തൂക്കിക്കൊന്നു. നമ്മുടെ ഇവിടെയാണ് വളരെ ഈസി ആയിട്ട് ഊരിപ്പോരുന്നൊരു കേസാണ്. എന്തുകൊണ്ട്? ഒരാളെ കൊല്ലാൻ നിനക്ക് അനുവാദമില്ല. അപ്പോൾ ഒരു ചോദ്യം ബാക്കി നിൽക്കും, അവളെന്താ റേപ്പ് ചെയ്യപ്പെടണമായിരുന്നു? അങ്ങനെ ഉണ്ടെങ്കിൽ അവനുള്ള ശിക്ഷ ഞങ്ങൾ കൊടുത്തോളാം, നിനക്ക് കൊല്ലാൻ അനുവാദമില്ല. അങ്ങനെ ആ പെൺകുട്ടിയെ തൂക്കിക്കൊന്നു എന്ന് പറയുന്നു. ഇവിടെ നിമിഷപ്രിയയുടെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത്, ഈ കൊല്ലപ്പെട്ടവൻ്റെ കുടുംബത്തിനും ഭയങ്കരമായ ദേഷ്യമാണ്. ആ ദേഷ്യത്തിൻ്റെ കാര്യം ഇവൻ തെറ്റ് ചെയ്തോ ചെയ്തില്ലയോ എന്നുള്ളത് മറ്റൊരു കാര്യം. കൊല നടന്നതിന് ശേഷം ഡെഡ് ബോഡി മുറിച്ച് കഷ്ണങ്ങളാക്കി പെട്ടിയിലാക്കി വാട്ടർ ടാങ്കിലോ മറ്റേ ഇട്ടു എന്ന്. പക്ഷേ അതിൽ നിമിഷപ്രിയയുടെ അമ്മ പറഞ്ഞതാണ്, നിമിഷപ്രിയയുമായി ജയിലിൽ വെച്ച് സംസാരിച്ചു. അതായത് അവിടെ വെച്ച് ഈ അനസ്തേഷ്യ കൊടുത്തത് മാത്രമേ നിമിഷപ്രിയ ചെയ്തിട്ടുള്ളൂ. പക്ഷേ അതിന് ശേഷം സംഭവിച്ചത് എന്താണെന്ന് അറിയില്ല, മറ്റാരോ ചെയ്തതാണ്, ഇയാൾക്ക് ഒരുപാട് ശത്രുക്കളുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഞാനല്ല ചെയ്തതെന്ന് കരഞ്ഞു പറഞ്ഞു എന്നാണ് പറയുന്നത്. നിമിഷപ്രിയയെ പോലുള്ള ഒരാൾക്ക് ഇത്തരത്തിൽ 110 കഷ്ണങ്ങളൊക്കെ ആക്കാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? അല്ല, അവിടെയാണ് അതിലേക്ക് ഞാൻ വരികയാണ്. കാരണം അത് ഭയങ്കര ദുരൂഹമായൊരു കാര്യമാണ്. ഈ സ്ത്രീ നിമിഷപ്രിയ നേരത്തെ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് മനസ്സാവാച കർമ്മണ അറിയാത്തൊരു കാര്യമാണത്. പിന്നെ ആര്? അപ്പോൾ എന്തുകൊണ്ടാണ് അറബി പോലീസ് അത് കണ്ടുപിടിക്കാത്തതുകൊണ്ടാണ്? അവർക്ക് അതിനുള്ള കഴിവില്ലേ? അതോ അത് ഒളിച്ചു വെക്കുകയാണോ? എല്ലാം ഈ നിമിഷപ്രിയയുടെ തലയ്ക്ക് ഇട്ട് കൊടുത്താൽ അവളെ തൂക്കിക്കൊല്ലുന്നതോടുകൂടി ആ കേസില്ലാതാണ്. അതാണ് ഉദ്ദേശിക്കുന്നത്. അത് അന്വേഷിക്കേണ്ട കാര്യം തന്നെയാണ്. നമ്മുടെ കേന്ദ്ര സർക്കാർ ഇടപെടേണ്ടതും അത് തന്നെയാണ്. അവളെ എന്തെല്ലാം സാധ്യതകളുണ്ട്, നുണപരിശോധനയ്ക്ക് വിധേയമാക്കാം. അതെ, ഇവളാണോ ചെയ്തത് എന്നറിയാൻ വേണ്ടി. അതൊന്നുമില്ലാതെ ബ്ലഡ് മണി മേടിക്കാൻ വേണ്ടി തന്നെ ഇങ്ങനെ വിധിക്കുന്ന രീതി ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് 8.5 കോടി രൂപ കൊടുത്താൽ അവളെ മോചിപ്പിക്കാമെന്ന് പറയുന്നതാണ്. നാട്ടുകാർ പണം കളക്ട് ചെയ്ത് കുറേ പണം കൊടുത്തിരുന്നു. അത് ഈ ഏജന്റുമാർ ഇടപെട്ടിട്ട് ആ കൊല്ലപ്പെട്ടയാളുടെ വീട്ടിലെത്തിയോ അവർക്ക് ബന്ധുക്കൾക്ക് കൈമാറിയോ എന്ന് പോലും അറിയില്ല. ആ പണം എങ്ങോട്ട് പോയെന്നറിയില്ല. ഏകദേശം 10-40 ലക്ഷം രൂപകളുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോഴും പലർക്കും കൊടുക്കാൻ മടി. ഈ പണം കളക്ട് ചെയ്ത് കൊടുത്തിട്ടും നിമിഷപ്രിയയുടെ ജീവൻ രക്ഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആ പണവും നഷ്ടമാവും, ജീവൻ നഷ്ടമാവും. ഇവിടെ നമ്മൾ ചേർത്ത് വായിക്കേണ്ട ചില കാര്യങ്ങൾ, നിമിഷപ്രിയ ഇയാൾക്ക് അനസ്തേഷ്യ കൊടുത്തു, അതിൽ അയാൾ കൊല്ലപ്പെട്ടിട്ടോ എന്ന് പോലും സംശയമുണ്ട്. അതെ, ആ അനസ്തേഷ്യ കൊടുത്തതുകൊണ്ട് കൊല്ലപ്പെട്ടോ അതോ മറ്റാരെങ്കിലും ആ കൃത്യം ചെയ്തോ? ഇത് കൃത്യമായ അന്വേഷണത്തിലൂടെ വെളിപ്പെടേണ്ടതാണ്. മാത്രമല്ല, ബന്ധുക്കൾ മുഴുവൻ സമ്മതിച്ചാൽ മാത്രമേ ഈ മോചനദ്രവ്യം കൊടുത്താലും അത് ശിക്ഷയിളവ് നൽകുകയുള്ളൂ. അത് മാത്രമല്ല, ഈ ഇപ്പോൾ യമൻ പോലുള്ള രാജ്യത്ത് നമ്മൾ ആരെ സമീപിക്കുമെന്ന കാര്യത്തിൽ പോലും സംശയമുണ്ട്. അവിടുത്തെ ഒരു നിയമത്തിൻ്റെ പ്രത്യേകതയൊക്കെ ഉണ്ട്. ആ രാജ്യത്ത് അവർ പാലിക്കുന്നത്, അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങൾ പാലിക്കപ്പെടേണ്ടത്, അവിടെ ചെന്ന് ജീവിക്കുന്നവർ പോലും പാലിക്കേണ്ടത് അവരുടെ നിയമമാണ്. അതൊക്കെ ശരി തന്നെ. പക്ഷേ ഇവിടെ ഈ പെൺകുട്ടി നിമിഷപ്രിയ എന്ന് പറയുന്ന ആ സ്ത്രീ, അവർക്ക് നിരന്തരമായ പീഡനം സഹിക്കാതെ വന്നിട്ടാണ് അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി അനസ്തേഷ്യ കൊടുത്തിട്ട് രക്ഷപ്പെട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഇവിടുത്തെ കേന്ദ്ര സർക്കാർ ഇടപെട്ട് വിശദമായ അന്വേഷണം നടത്തിയിട്ട് തൂക്കിക്കൊല്ലാൻ വിധിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കുറച്ച് കാലവിളംബം കൂടെ കൊടുത്തിട്ട് ഇത് അന്വേഷിച്ച് കണ്ടുപിടിക്കണമെന്ന്. ഇവളല്ല ഇത് ചെയ്തത് എങ്കിൽ പിന്നെ ആര് ചെയ്തു? അപ്പോൾ അതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്, ഇവളല്ല കൊന്നിരിക്കുന്നത് പോലും, അത് മറ്റാരും അതിൽ ഇടപെട്ടിട്ടുണ്ട്. അത് ഇനി അറബികൾ തന്നെയാണോ? അവരെ രക്ഷിക്കാൻ വേണ്ടി അവിടുത്തെ പോലീസും നിയമപാലകരും കൂടി കളിക്കുന്നതാണോ? ഇതൊക്കെ നമുക്ക് ചിന്തിക്കേണ്ട കാര്യമാണ്. ഈ നാട്ടിലല്ലേ നമ്മൾ ജീവിക്കുന്നത്? എന്തെല്ലാം സംഭവിക്കുന്നു ഇവിടെ?
അപ്പോൾ എന്തായാലും നിമിഷപ്രിയയുടെ തൂക്കിക്കൊലയ്ക്ക് ഇനി 5 ദിവസമേ ഉള്ളൂ. ഈ 5 ദിവസം കൊണ്ട് എന്ത് അത്ഭുതമാണ് സംഭവിക്കാൻ പോകുന്നത് അറിയില്ല. അത്ഭുതങ്ങൾ സംഭവിക്കാം ചിലപ്പോൾ. ഒരു മനുഷ്യൻ്റെ ഒരു വീഡിയോ സന്ദേശം ഞാൻ കേട്ടതാണ്. മലയാളിയാണ്, അയാൾ സൗദിയിലാണുള്ളത്. അയാൾ പറയുന്നത്, നിങ്ങൾ ഭയപ്പെടാതിരിക്കൂ, യമൻ സർക്കാർ അങ്ങനെ ഒരു സ്ത്രീകളോടും പെരുമാറില്ല, ചെയ്യില്ല, തൂക്കിക്കൊല്ലില്ല, അവളുടെ ജീവനൊരു കുഴപ്പമുണ്ടാവില്ല, നിങ്ങളെല്ലാം പ്രാർത്ഥിച്ചോളൂ. തൂക്കിക്കൊല്ലുമെന്ന് പറഞ്ഞാലും അവസാന നിമിഷം ആ ഓർഡർ മാറ്റും എന്നാണ് അയാളുടെ വോയിസ് മെസ്സേജ് കേട്ടത്. അതൊക്കെ ഒരു സങ്കല്പ ലോകത്തിലിരുന്ന് പറയുന്നതാണോ യാഥാർത്ഥ്യമാണോ എന്നറിയില്ല. എന്തായാലും ഒരു കുഞ്ഞുള്ള ഒരു ഭർത്താവ് ഇതിനു വേണ്ടി നടക്കുകയാണെങ്കിൽ, ടോമി എന്നാണ് ഭർത്താവിൻ്റെ പേര്, അയാളൊക്കെ അനുഭവിക്കുന്ന വ്യഥയുണ്ടല്ലോ. അമ്മ 1.5 വർഷമായി യമനിൽ പോയി കിടക്കുകയാണ്. അപ്പോൾ ഒരു മകളുടെ ജീവൻ തിരിച്ചു കിട്ടാൻ വേണ്ടി, ഭാര്യയുടെ ജീവൻ തിരിച്ചു കിട്ടാൻ വേണ്ടി യാചിക്കുകയാണ്. എനിക്ക് ഇപ്പോഴും മനസ്സിലാകാത്തത് എന്തുകൊണ്ടാണ് അവിടുത്തെ സർക്കാർ അല്ലെങ്കിൽ അവിടുത്തെ നിയമപാലകർ ഒളിച്ചു കളിക്കുന്നത്? ആ ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തണം. അത് നമ്മുടെ കേന്ദ്ര സർക്കാർ അതിലിടപെട്ട് ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തണം. ഇപ്പോൾ നാളെ സുപ്രീം കോടതിയിൽ അത് വരുന്നുണ്ട്, കേസ് വരുന്നുണ്ട്. അതിൽ അനുകൂല ഒരു നിലപാടുണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? അല്ല, അനുകൂല നിലപാടുണ്ടായാലും ഇവിടുന്ന് സർക്കാരിന് അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്യാനല്ലേ പറ്റും. അത്രേ ഉള്ളൂ. അവിടുത്തെ ഗവൺമെൻറ്, യമൻ ഗവൺമെൻറ് എന്താണ് തീരുമാനമെടുക്കുന്നത്, അല്ലെങ്കിൽ അവിടുത്തെ കോടതി എന്ത് തീരുമാനമെടുക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. സുപ്രീം കോടതി പറഞ്ഞു, ഒറ്റ കാര്യം പറയാൻ പറ്റുള്ളൂ, സർക്കാർ ഇടപെടണം. ഇടപെട്ടാൽ സംഭവിക്കുന്നത് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അവിടെ ആ കോടതി എന്താണ് തീരുമാനിക്കുന്നത് എന്ന് കാത്തിരുന്ന് കാണാൻ നിവൃത്തിയുള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.